ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. പൃഥ്വിരാജ് സുകുമാരന്റേതായി 2017 അനൗൺസ് ചെയ്ത സിനിമയായിരുന്നല്ലോ കാളിയൻ. ഒരു എപ്പിക് ഫാന്റസി പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന കാളിയൻ സിനിമയുടെ വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഈ വർഷം അവസാനത്തോടു കൂടി ആരംഭിക്കും. കുഞ്ചർക്കോട്ട് കാളിനായർ എന്ന കാളിയനായി പൃഥ്വിരാജ് എത്തുമ്പോൾ ഇരവിക്കുട്ടിപ്പിള്ള എന്ന മറ്റൊരു കഥാപാത്രമായി തമിഴ് താരം സത്യരാജും കാളിയനിൽ വേഷമിടും. എസ് മഹേഷ് കുരുക്കൽ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് രാജീവ് നായരാണ്. ക്യാമറമാൻ സുജിത് വാസുദേവ്, മ്യൂസിക് രവി ബസ്രു. ദുൽഖർ സൽമാന്റെ വേഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ സിനിമയായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 4 ഭാഗങ്ങളിലായിട്ടാണ് ലോക സിനിമ ഒരുക്കാൻ പോകുന്നതും. മാത്രമല്ല, ചന്ദ്ര എന്ന ആദ്യ ഭാഗത്തിൽ തന്നെ നസ്ലിനും കല്യാണിക്കും പുറമെ ദുൽഖറും ടൊവിനോയും കാമിയോ വേഷങ്ങളിൽ എത്തുമെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യാനിരിക്കുന്ന AA22 എന്ന ബിഗ് ബജറ്റ് ബ്രഹ്മാണ്ഡ സിനിമയിൽ ദീപിക പദുകോൺ ഫീമെയിൽ ലീഡ് റോളിൽ എത്തുമെന്ന് ഒരു വീഡിയോ മുഖേന മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ തന്നെ സിനിമയ്ക്ക് ഒരു ഇന്റർനാഷണൽ ലെവൽ ഫീൽ ഉണ്ടാകുമെന്ന് സൂചനകളും നൽകിയിട്ടുണ്ട്. AA22മായി ബന്ധപ്പെട്ട് ഏതൊരു അപ്ഡേറ്റ് വന്നാലും സിനിമയ്ക്കുള്ള എക്സ്പെക്ടേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 700 കോടി രൂപയോളം ബഡ്ജറ്റിൽ സൺ പിക്ചേഴ്സ് ആണ് AA22 നിർമ്മിക്കുക. കാർത്തിക് നായകനാക്കി PS മിത്രൻ സംവിധാനം ചെയ്തു വരുന്ന സർദാർ 2ന്റെ എന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി 50 ദിവസം നീണ്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ സർദാർ 2ന് പൂർത്തീകരിക്കേണ്ടതായിട്ടുമുണ്ട്. കാർത്തിയെ കൂടാതെ SJ സൂര്യ, മാളവിക മോഹൻ, രജിഷ വിജയൻ, യോഗി ബാബു എന്നിവരും സർദാർ 2വിൽ താരങ്ങളായിട്ടെത്തും. ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം. ഈ മാസം അവസാനം ലാലേട്ടനും കൂടി ഭാഗമായി വരാനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ തെലുങ്കു ചിത്രമാണ് കണ്ണപ്പ. ചിത്രത്തിന്റെ കേരള വിതരണാവകാശം ഇപ്പോൾ ആശീർവാദ് സിനിമ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രമാകുന്ന കണ്ണപ്പയിൽ ലാലേട്ടൻ, അക്ഷയ് കുമാർ, പ്രഭാസ്, കാജൽ അഗർവാൾ, ശരത് കുമാർ എന്നിവരും താരങ്ങളായിട്ടെത്തും. ഈ വരുന്ന ജൂൺ 27 തീയതിയാണ് കണ്ണപ്പ തിയേറ്ററുകളിലേക്ക് എത്തുക. തിയേറ്ററുകളിൽ റീസെന്റായി റിലീസ് ചെയ്ത ലാലേട്ടൻ സിനിമയാണല്ലോ ചോട്ടാ മുംബൈ. ചിത്രം റിലീസിനെത്തി വെറും 3 ദിവസങ്ങൾ കൊണ്ട് 1,35 ലക്ഷം രൂപയോളം കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഉടൻ തന്നെ ചോട്ടാ മുംബൈ പല വിദേശ രാജ്യങ്ങളിലേക്കും റിലീസിന് ഒരുങ്ങുന്നു എന്നൊരു ന്യൂസ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദളപതി വിജയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ചിത്രത്തിലെ ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്ന പൂജ ഹെഗ്ഡെ പുറത്തുവിട്ടിട്ടുണ്ട്. ജനനായകൻ സിനിമ ഒരു കൊമേഴ്സ്യൽ പശ്ചാത്തലത്തിലാണ് ഒരുങ്ങിയിട്ടുള്ളതെന്നും വിജയുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗുമൊക്കെ ശരിക്കും ജനനായകനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വിജയ് ആരാധകർക്ക് ജനനായകൻ ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കുമെന്നാണ് പൂജ ഹെഗ്ഡെ പറഞ്ഞിരിക്കുന്നത്. യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ടോക്സിക്. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഗീതു മോഹൻദാസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ബർത്ത്ഡേ വിഷസ് പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. 2026 മാർച്ച് 19 തീയതി പാൻ ഇന്ത്യൻ റിലീസായി ടോക്സിക് തിയേറ്ററുകളിലേക്ക് എത്തും. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തു വരുന്ന കൂലി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ റിലീസിന് ഒരുങ്ങുന്നു. അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ഒരുങ്ങുന്ന ഈ ഒരു ഫൺ ഡാൻസ് എന്ന ഐറ്റം സോങ്ങിൽ പൂജ ഹെഗ്ഡെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സിംഗിളിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ പുറത്തു വരും. വരുന്ന ഓഗസ്റ്റ് 14 തീയതി പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് കൂലി തിയേറ്ററുകളിലേക്ക് എത്തുക. ധനുഷ്, നാഗാർജുന തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന തെലുങ്കു, തമിഴ് ബയോലിംഗൽ മൂവിയാണ് കുബേര. റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുബേര സിനിമയുടെ സെൻസറിംഗ് വർക്കുകൾ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. 3 മണിക്കൂറും 15 മിനിറ്റും ദൈർഘ്യമുള്ള ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. എങ്കിൽ പോലും കുബേരയുടെ തിയേറ്റർ റിലീസ് ടൈമിൽ 3 മണിക്കൂറും 15 മിനിറ്റിൽ നിന്ന് 25 മിനിറ്റോളം കട്ട് ചെയ്ത് 2 മണിക്കൂർ 50 മിനിറ്റ് മാത്രമാണ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് OTT റിലീസ് സമയം 3 മണിക്കൂറും 15 മിനിറ്റും പ്രിന്റ് പുറത്തുവിടും. ഈ വരുന്ന ജൂൺ 20 തീയതി തമിഴ്, തെലുങ്കു ഭാഷകളിൽ കുബേര തിയേറ്ററുകളിലേക്ക് എത്തും. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ജയിലർ 2 എന്ന ചിത്രത്തിൽ ആദ്യ ഭാഗത്തിന്റെ റിലീസ് ടൈമിൽ വൻ തരംഗമായി മാറിയ കാവാലയ്യ സോങ്ങിന് സെക്കൻഡ് വേർഷൻ ഉണ്ടായിരിക്കുമെന്നൊരു ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. അനിരുദ്ധ് മ്യൂസിക് ഒരുക്കുന്ന കാവാലയ്യ 2ന് തമന്ന തന്നെയാണ് ജയിലർ 2വിലും പെർഫോം ചെയ്യുക. ശശികുമാർ നായകനായി തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 15 കോടി രൂപ മാത്രം ബഡ്ജറ്റുള്ള ടൂറിസ്റ്റ് ഫാമിലിയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 85 കോടി രൂപയോളമാണ്. ജനപ്രിയ നായകൻ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം റിലീസിനെത്തി 32 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 17 കോടി രൂപയോളം കളക്ഷനായി നേടാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 26 കോടി രൂപയിലേക്കും എത്തപ്പെട്ട് കഴിഞ്ഞു. 8 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് 30 ദിവസത്തോളം നീണ്ട തിയേറ്ററിനും മികച്ചൊരു കളക്ഷനും നേടിയെടുത്ത് ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസിലേക്കും എത്തപ്പെടാൻ കഴിഞ്ഞു. അതേസമയം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ C5 സ്വന്തമാക്കിയതായ ഒരു ന്യൂസ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആസിഫിൽ നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആഭ്യന്തര കുറ്റവാളി. ചിത്രം റിലീസിനെത്തി 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 2,60,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 4 കോടി രൂപയും നേടിയെടുത്തു കഴിഞ്ഞു. നിലവിൽ ചിത്രത്തിന് ഡീസന്റ് കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിന്റെ വർക്കിംഗ് ഡേയ്സിലെ പ്രകടനം എങ്ങനെയെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. നസ്ലിൻ, ഗണപതി, ലുക്മാൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിങ്കാന കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്യാനിരുന്നതായിരുന്നു. എന്നാൽ OTT എഗ്രിമെന്റിൽ എന്തൊക്കെയോ ചർച്ചകൾ വീണ്ടും നടന്നതിനാലാണ്
ആലപ്പുഴ ജിംഖാനയുടെ OTT റിലീസ് തീയതി മാറ്റിവെച്ചത്. എന്നാൽ ഇപ്പോൾ ഈ വരുന്ന ജൂൺ 13-ാം തീയതി ആലപ്പുഴ ജിംഖാന OTT റിലീസ് ചെയ്യുമെന്ന് സോണി ലിവ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. റീസെന്റായി ബോളിവുഡിൽ നിന്നും പുറത്തു വന്ന ഹൗസ്ഫുൾ 5 എന്ന ഹിന്ദി ചിത്രം റിലീസിനെത്തി 3 ദിവസങ്ങൾ കൊണ്ട് 90 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനെ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന് ഡീസന്റ് കളക്ഷനാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യയെ നായകനാക്കി വെട്രിമാരൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന വാടിവാസൽ എന്ന ചിത്രം ഉപേക്ഷിച്ചതായി സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ വാടിവാസൽ ഉപേക്ഷിച്ചിട്ടില്ലെന്നും നിലവിൽ ലണ്ടനിൽ വെച്ച് നടന്നുവരുന്ന VFX പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയായാൽ ഉടൻ തന്നെ വാടിവാസലിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും സിനിമയുടെ പ്രൊഡ്യൂസറായ താണു തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന് വേണ്ടി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ മലയാളം സിനിമയാണ് കാട്ടാളൻ. ആന്റണി വർഗീസ് ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കാട്ടാളനിൽ ഇപ്പോൾ ജഗദീഷും സുനിലും കബീർ ദുഹാൻ സിംഗും ജോയിൻ ചെയ്തതായി മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. നവാഗതനായ പോൾ ജോർജ് ആണ് കാട്ടാളം സംവിധാനം ചെയ്യുന്നത്. ശിവകാർത്തികേയനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്തു വരുന്ന മദ്രാസി എന്ന ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 28-ാം തീയതി ഓണം ടൈമിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം. രാഘവ ലോറൻസിനെ നായകനാക്കി ഭാഗ്യരാജ് ഖാനൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബെൻസ്. നിവിൻ പോളി വില്ലൻ വേഷത്തിലെത്തുന്ന ബെൻസിൽ ലോറൻസ്, നിവിൻ പോളി എന്നിവരെ കൂടാതെ മാധവൻ, മാളവിക മോഹൻ, മഡോണ സെബാസ്റ്റ്യൻ എന്നിവരും കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. മാത്രമല്ല ലോകേഷ് കനകരാജ് ആരംഭിച്ചു വെച്ച LCUവിലെ 4ാമത്തെ സിനിമയായ ബെൻസിൽ മഡോണ സെബാസ്റ്റ്യൻ LCUവിലെ എലീസ ദാസ് എന്ന കഥാപാത്രമായിട്ടാണ് എത്തുക. ലിയോയ്ക്ക് മുമ്പ് നടക്കുന്ന ബെൻസിന്റെ സ്റ്റോറിയിൽ ലിയോ സിനിമയുമായി നിരവധി കണക്ഷൻസും കാണാൻ സാധിക്കുമെന്നും അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഉലക നായകൻ കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ ഒന്ന് പരിശോധിക്കാം. 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 2,30,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 77 കോടി രൂപയും മാത്രമാണ് തഗ് ലൈഫിന് നേടിയെടുക്കാൻ സാധിച്ചത്. ചിത്രം ഒരു ഡിസാസ്റ്ററായി മാറാനാണ് സാധ്യത. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ബബ്ബബ്ബ എന്ന ചിത്രത്തിൽ ലാലേട്ടൻ ഉണ്ടെന്നും സിനിമ ഒരു കിടിലൻ മാസ് ആക്ഷൻ പടമാണെന്നും ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രശസ്ത നടൻ ബൈജു സന്തോഷ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു ബോക്സ് ഓഫീസ് വേട്ട തന്നെ ബബ്ബബ്ബയിലൂടെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.